നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മനസ്സമാധാനം ഒന്ന് കിട്ടിയാലോ. എന്തെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്, എങ്കിലും നമുക്ക് മനസ്സമാധാനം കിട്ടണമെന്നാണ് എല്ലാവരോടും പ്രാർത്ഥിക്കുക. പക്ഷേ പാവപ്പെട്ടവരായാലും ശരി, പണക്കാരായാലും ശരി, ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ പ്രശാന്തത, അതായത് മനസ്സമാധാനം, ശാന്തത, വീട്ടിൽ കലഹങ്ങളില്ലാത്ത ഒരവസ്ഥ, നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശാന്തത വൈബ്രേഷൻ നമുക്ക് മനസ്സിൽ തോന്നിയോണ്ടല്ലോ, അത് ഉണ്ടാകാൻ വേണ്ടിയാണ് നാം പറയുന്നത്. അത് നമ്മുടെ വീട്ടിലും സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിരാവിലെ നമ്മൾ എണീക്കണം. ഒരു 4 മണിക്കോ 4:30ക്കോ 5 മണിക്കൊക്കെ എണീച്ചിട്ട് കൈയും കാലൊക്കെ കഴുകി, നമുക്ക് ഇങ്ങനെ ഹിന്ദുക്കളാണെങ്കിൽ വിഷ്ണു സഹസ്രനാമങ്ങൾ, ലളിതാ സഹസ്രനാമങ്ങൾ, ശിവസഹസ്രനാമങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരിയുണ്ട്. അത് ജപിക്കാൻ നോക്കുക. അത് ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ യൂട്യൂബിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താൽ സഹസ്രനാമങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടാവും. അതിനെനിക്ക് ഇഷ്ടമുള്ളത്, നല്ല കേൾക്കാൻ ഇമ്പമുള്ള മ്യൂസിക്കോടുകൂടിയുള്ളത്, അത് സെലക്ട് ചെയ്തിട്ട് കേൾക്കുക. അത് കേട്ടുകൊണ്ട് തന്നെ വീട്ടമ്മമാരാണെങ്കിൽ അത് കേട്ടുകൊണ്ട് തന്നെ രാവിലത്തെ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഫുഡ് മേക്കിംഗ് സമയത്ത് ഇത് കേട്ടുകൊണ്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ നിത്യവും ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. വളരെയധികം ഉന്നതിയും ഉയർച്ചയും നിങ്ങൾക്കുണ്ടാവും ഇതിലൂടെ. എന്തു വെച്ചാൽ ഇത് മനസ്സിന് ശാന്തത സമാധാനവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വികസിക്കും. ബുദ്ധി വികസിച്ചാൽ നല്ല ചിന്തകളുണ്ടാവും. നല്ല ചിന്തകളുണ്ടായാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് നല്ല സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. ഇതിങ്ങനെ കണക്റ്റിംഗ് ആണ്, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് ചെയ്യുക. വിഷ്ണു സഹസ്രനാമങ്ങളിലെ ലളിതാ സഹസ്രനാമങ്ങൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ നിത്യവും കേൾക്കുക. അത് കേട്ട് 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 വരുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് മനസ്സിൽ ഇത് പറയാൻ സാധിക്കും, ഈ സഹസ്രനാമങ്ങളൊക്കെ. ഇത് നിങ്ങളുടെ വീട്ടിൽ മൊത്തം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും. അത് എല്ലാവർക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. വീട്ടിൽ സമാധാന, ഐശ്വര്യം, സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാകും. വീട്ടിൽ കലഹങ്ങളെല്ലാം മാറി എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ചെയ്യുക, നിത്യവും ചെയ്യുക. രാവിലെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സന്ധ്യാസമയം വൈകുന്നേരവും ചെയ്യാം. വൈകുന്നേരം ഈ ലളിതാ സഹസ്രനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമങ്ങൾ, അങ്ങനെ നല്ല നല്ല ഭക്തിഗാനങ്ങൾ, ഇവയൊക്കെ നമുക്ക് കേൾക്കുന്നത് മനസ്സിന് സമാധാനം ഉണ്ടാക്കും. ഏറ്റവും നല്ല അനുയോജ്യമായ കാര്യമാണ്. ഇതിങ്ങനെ നിത്യവും ചെയ്തു പോരുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടി, ഞാൻ പറഞ്ഞ പോലെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവും ഈശ്വരാനുഗ്രഹത്താൽ. ഇത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഏത് മതസ്ഥർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് അവരവരുടെ വേദവാക്യങ്ങളുണ്ടാവും. അതുപോലെ പ്രാർത്ഥനകളുണ്ടാകും, സംഗീതാരാധന ഉണ്ടാവും, പാട്ടുകളുണ്ടാവും. അതൊക്കെ കേൾക്കുക. അത് ഇങ്ങനെ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ വിശ്വാസമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ സമയങ്ങളിൽ വെളുപ്പിനെയും വൈകുന്നേരവും സമയങ്ങൾ കേൾക്കുക. ഇത് ഏറ്റവും നല്ല കാര്യമാണ്. മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് പരീക്ഷിച്ച് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ കരുതിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.